നമസ്തേ. ഇന്ന് ഡബിൾ ബാരലിന്റെ മറ്റൊരു വീഡിയോവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ്. ഇന്ന് കേരളത്തില് ഭയങ്കര ഒരു രാഷ്ട്രീയ ഒരു സ്ഥിതിവിശേഷം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിനെ പറ്റിയൊക്കെ നമുക്കങ്ങനെ ഒരു ചെറിയ ഒന്ന് സംസാരിക്കാം, ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് വരുന്നത്. ഏതായാലും നമ്മളെ കേരളത്തിലെ അങ്ങനെ ജന്മിത്വത്തിൽ നിന്നും അടിമത്വത്തിൽ നിന്നൊക്കെ അങ്ങ് പുരോഗമനത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നൊരു വിശ്വാസം കേരള ജനതയുടെ കേരളത്തിലെ ഒരു വിഭാഗം ജനതയുടെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അത് അതപ്പതിച്ച് താഴത്തേക്ക് പോയിരിക്കുന്നു. അങ്ങനെ പിണറായി എന്ന് പറയുന്ന ഒരാളുടെ കൈകൊണ്ട് ഈ പ്രസ്ഥാനം അങ്ങനെ ആ വാതിൽ പൂട്ടാൻ പോവുക. അവസാന താണി ചുറ്റിയൊക്കെ എടുത്ത് അവസാന താണി അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എടുത്ത് പെട്ടി പൂട്ടി കുണ്ടിലേക്ക് വെച്ചാൽ മതി. ആ സ്ഥിതിവിശേഷത്തിലേക്ക് ഇന്ന് എത്തിച്ചിരിക്കുന്നു. ഏതായാലും കേരളത്തിലെ ജനത, കമ്മ്യൂണിസ്റ്റ് ജനത എന്ന് പറയുന്നവർ ഇത് അനുഭവിക്കുക തന്നെ വേണം. ഇങ്ങനെ തന്നെ അവർക്ക് സംഭവിക്കണം. ഒരു ചെറിയ കിറ്റ് കൊണ്ടും ചെറിയ ചെറിയ നക്കാപ്പിച്ചകൾ കൊണ്ടും ഈ ആൾക്കാർ മുഴുവൻ, കേരള ജനത മുഴുവൻ കബളിക്കപ്പെട്ടിരിക്കുന്നു. അവരൊക്കെ ആ പ്രസ്ഥാനത്തിന് രണ്ടാമതും ഒരു ഭരണം കൊടുത്തു. പക്ഷേ രണ്ടാമത്തെ ഭരണത്തിലും ഈ പ്രസ്ഥാനം എന്തൊക്കെയാണ് ഇന്ന് പാവപ്പെട്ട ജനതയ്ക്ക് വേണ്ടി ചെയ്തു കൂട്ടിയിരിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ട സമയമായി കഴിഞ്ഞിരിക്കുന്നു. വളരെയധികം ചിന്തിക്കേണ്ട സമയമായിരിക്കും. രണ്ട് പ്രസ്ഥാനങ്ങളെയും മാറി 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 നിങ്ങൾ പരീക്ഷിച്ചു. ഈ പരീക്ഷണങ്ങളൊക്കെ ഒന്നിനും കൊള്ളാത്തതായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് ഈ കേരളത്തിലെ ജനത മുഴുവൻ പിണറായിയുടെ ഭരണത്തിന്റെ മേന്മ ഒരു കണക്ക് കൂട്ടിക്കൊണ്ട് വീണ്ടും അയാൾക്ക് വോട്ട് കൊടുത്തു. അയാളെ ജയിപ്പിച്ചു. ധാർഷ്ട്യം, അഹന്ത, അഹങ്കാരം മൂത്തൊലഞ്ഞുകൊണ്ട് നിങ്ങളെയൊക്കെ ഇന്ന് പടുകുഴിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇപ്പൊ കേരള നാട്ടിൽ സംഭവിച്ചു കൊടുക്കുന്ന രാഷ്ട്രീയ വിശകലനം. അല്ലേ? അല്ല, ഞാൻ പറയുന്നതിൽ എന്തൊക്കെ തെറ്റുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കമന്റിലൂടെ എന്നോട് പറയാം. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അൻവർ എന്ന് പറയുന്ന അയാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരുമല്ല. അയാള് ആ പ്രസ്ഥാനത്തിലെ ഒരു മെമ്പർഷിപ്പ് പോലും ഇല്ലാത്ത ആളാണ്. ഒരു സാധാ മെമ്പർഷിപ്പ് പോലും അയാൾക്കില്ല. പക്ഷെ അയാള് വളരെ സുന്ദരമായിട്ടൊന്ന് പ്രസ്ഥാനത്തിനെ ലോക്കാക്കി. അയാൾക്ക് ഈ MLA ഒക്കെ ആയിക്കൊണ്ട് അയാളുടെ കച്ചവട കാര്യങ്ങൾക്കും അയാളുടെ പല പ്രശ്നങ്ങൾക്കും പാർട്ടിയെയും പ്രസ്ഥാനത്തിനെയും ഗവൺമെന്റിനെയും ഉപയോഗിക്കാം എന്നുള്ള ഒരു വ്യാമോഹത്തോടു കൂടി രാഷ്ട്രീയത്തിലേക്ക് വന്നൊരു MLA ആയത്. പക്ഷേ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാര്യം. അയാൾക്ക് വിചാരിച്ച തരത്തിൽ ഒന്നും സാധിച്ചില്ല. ഇന്ന് അയാൾ തന്നെ പല്ലിന്റെ അകത്തെ ആ സാധനം ഇങ്ങനെ എച്ചിലിങ്ങനെ തോണ്ടിയെടുത്ത് മണപ്പിക്കാൻ തുടങ്ങി. സ്വന്തം പ്രസ്ഥാനത്തിന്, പാർട്ടിയിൽ അയാൾ മെമ്പർ അല്ലെങ്കിലും ആ പാർട്ടി വിജയിപ്പിച്ച് MLA ആക്കിയ ആള് ഇന്ന് അവിടെ ഇരുന്നു കൊണ്ട് വെല്ലുവിളിച്ചില്ല എന്ന നിലയിൽ ആ പ്രത്യക്ഷത്തിൽ വെല്ലുവിളിക്കുന്നു. എന്നിട്ട് പറയുന്നു പിണറായിയാണ് മഹാൻ, ശശിയാണ് മഹാൻ, എല്ലാവരും മഹാനാണെന്ന് പറയുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ അവരെയൊക്കെ ഒരു പുറകിലൂടെ കുത്തുന്ന ആ പണിയുണ്ടല്ലോ, അത് സുന്ദരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും അൻവർജി, നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇറ്റ് ഈസ് എ വെരി ഗുഡ് തിങ്. ബിഗ് സല്യൂട്ട്. യാതൊരു സംശയവുമില്ല. കാരണം ഈ കുറെ അടിമകളായ ആൾക്കാരും ഒരു തമ്പുരാനും ഇങ്ങനെ ഭരിച്ചുകൊണ്ട്
രാജ്യത്തിന് നാശത്തിലേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതിനൊരു അറുതി വരുത്താൻ നിങ്ങൾ ധൈര്യമായി ഇറങ്ങി. അതിന്റെ രാഷ്ട്രീയം വേറെ എന്തോ ആകട്ടെ, അതിന്റെ രാഷ്ട്രീയം വേറെ എന്ത് തന്നെ ആയാലും ശരി, ആ സംഗതി നിങ്ങൾ ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വന്നതും നിങ്ങൾക്ക് തന്നെ ആ പല്ലിന്റെ അകത്ത് നിന്ന് അതിങ്ങനെ തോറ്റെടുത്ത് മണ്ടപ്പിക്കാനുള്ള പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഉള്ളിൽ കൂടെ കിടന്നവനല്ലേ രാപ്പനി അറിയൂ. നിങ്ങളാണല്ലോ കൂടെ കിടക്കുന്നത്. അപ്പം നിങ്ങൾക്കല്ല അറിയുള്ളൂ അതിന്റെ അകത്ത് എന്തൊക്കെ വേണ്ടാത്തത് ചെയ്തു. നിങ്ങളടക്കം കൂടിക്കൊണ്ടായിരിക്കുമല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ എന്തെല്ലാമോ ഒരു തെളിവ് മറ്റവരുടെ പേരിലായതുകൊണ്ട് നിങ്ങൾക്ക് പലതും ചെയ്യാനും സാധിക്കും. അതിന്റെ ഒരു പണി നിങ്ങൾ കൊടുക്കുന്നു. അതും അവിടെയും ചെറിയ ഒരു മലബാർ ലഹളയാണോ, ഒരു മാപ്പിള ലഹളയാണോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്ത് നടക്കുന്നത് എന്നൊരു സംശയം. 1921 എന്നല്ലാതില്ല. കാരണം ഈ പറഞ്ഞ എല്ലാവരും തന്നെ വേറെ ഒരു ഹിന്ദു നാമധാരികളായ എല്ലാവരെയും നിങ്ങൾ ടാർഗറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങളും നിങ്ങളെ കൂടെ ഒരു ജലീലും പിന്നെ വേറെ ഒരു കബീർ അയാളും എല്ലാവരും കൂടിയാണ്, 3 പേര് കൂടിയാണ് നിങ്ങൾ. പിന്നെ 3 അല്ല, ഇനിയും ഒരു വലിയ ഒരു വിഭാഗം തന്നെയുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടി ഹിന്ദു നാമധാരികളായ കുറെ ആൾക്കാരെയാണോ കൊണ്ട് കുടുക്കിയിരിക്കുന്നത്? അതിലൂടെ നിങ്ങളുടെ ഒരു വിപ്ലവമാണോ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നടത്തുന്നത് എന്നുള്ളതൊരു സംശയമില്ലായികയില്ല. അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ഏതായാലും അതായാലും അപ്പൊ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ആണി നിങ്ങൾ തന്നെ അങ്ങ് നല്ല സ്റ്റീലാണിയോ സ്വർണത്തിന്റെ ആണിയോ എന്നറിയില്ല. ഏതായാലും അത് വാങ്ങി നിങ്ങൾ വെച്ചു. അത് പിണറായിനെ കൊണ്ട് തന്നെ അടുപ്പിക്കുന്നു എന്നുള്ളതിന് സന്തോഷം. വളരെ ഹാപ്പിയാണ്. ജനങ്ങളൊക്കെ ഹാപ്പി തന്നെയാണ്. എന്താണ് സ്ഥിതി? നിങ്ങൾ വിളിച്ചു പറയുന്ന കാര്യങ്ങളുടെ ആ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എന്താ സംശയം. കാരണം ഭരിക്കുന്ന പ്രസ്ഥാനത്തിന്റെ MLA തന്നെ പറയുന്നു ആ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഉള്ള ആഭ്യന്തര മന്ത്രി ഒന്നിനും കൊള്ളാത്തവനാണ്. ആ ആഭ്യന്തര മന്ത്രി കഴിഞ്ഞാലുള്ള അടുത്ത ആളായ ADGP കൊലപാതകത്തിന്റെയും സ്വർണക്കടത്തിന്റെയും മയക്കുമരുന്ന് കടത്തിന്റെയും എല്ലാം ഒരു ഏജന്റ് ആണെന്നും കൊലപാതകങ്ങൾ വരെ നടത്തിയിട്ടുണ്ടെന്നും സ്വർണക്കടത്തിന് കൂട്ടുനിൽക്കുന്നവനാണെന്നും പിന്നെ ഈ മയക്കുമരുന്നിനെല്ലാം കൂട്ടുനിന്നുകൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന ഒരാളാണെന്നും ഇതിന്റെയൊക്കെ ബാക്കിലുള്ളത് പൊളിറ്റിക്കൽ സെക്രട്ടറി ആയ ശശിയാണെന്നും എന്നെല്ലാം നിങ്ങൾ വിളിച്ചു പറയും. കേരളത്തിന്റെ ജനതയുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട ഒരു വലിയൊരു ഭരണകൂടത്തിന്റെ അതും ഏറ്റവും സുപ്രധാനമായ ഒരു ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങളാണ് നിങ്ങൾ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അത് ഭയങ്കര ഒരു സംഗതി തന്നെയാണ്. അതും നമ്മുടെ നാട്ടിലെ ഈ ADGPയുടെ ഫോൺ ചോർത്തിയെന്ന്, SP-യുടെ ഫോൺ ചോർത്തിയെന്ന്, DYSP-യുടെ ഫോൺ ചോർത്തിയെന്ന്, CIയുടെ ഫോൺ ചോർത്തിയെന്ന് ഒരാള് രാജ്യദ്രോഹ കുറ്റമാണ്, ഒന്നുമല്ലാത്ത എൻ്റെ ഒരു ഫോണ് ഒരാൾ ചോർത്തുകയാണെങ്കിൽ അത് പിടിക്കപ്പെട്ടാൽ ഒരു രാജ്യദ്രോഹ കുറ്റം തന്നെയാണ്. അതിന് അധികാരം സർക്കാരിനേ ഉള്ളൂ. അതും അങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങളോ ഘട്ടങ്ങളോ വരുന്ന സമയത്ത് അത് ഇയാൾ ചെയ്തു എന്ന് സ്വന്തം പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യങ്ങളൊക്കെ എന്താണെന്ന് ആലോചിച്ചു നോക്കൂ. വിചിത്രം തന്നെയാണ്. എന്നിട്ടും പിണറായി സഖാവ് എന്തുകൊണ്ട് അവിടെ പിടിച്ചു തൂങ്ങിയിരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല. ഈ ADGPയെ ഇത്രയും വലിയ ആരോപണം വന്ന് അവിടെ നിന്ന് മാറ്റേണ്ട സമയം കഴിഞ്ഞു. എന്തുകൊണ്ട് ധൈര്യപൂർവം അത് ചെയ്യുന്നില്ല? ഇരട്ടച്ചങ്കനായ ഒരു ധീരനായ ഒരു നേതാവാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കത് സാധിക്കുന്നില്ല?
അതൊക്കെ ഒരു വിചിത്രമായ ഒരു സംഗതി തന്നെയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിട്ടിരിക്കുന്ന, കമ്മ്യൂണിസത്തിലൂടെ മുകളിലേക്ക് വന്ന ഒരു ഒരു മുഖ്യമന്ത്രിയാണ് നിങ്ങൾ. നിങ്ങൾക്കത് സാധിക്കുന്നില്ല. അപ്പൊ നാടിന്റെ ഒരു കിടപ്പ് ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് നോക്കണം. എന്നിട്ട് വേറൊരു വിശേഷം കണ്ടില്ലേ? ഒരു SP വിളിച്ചിട്ട് ഈ അൻവർ എന്ന് പറയുന്ന മഹാനോട് പറയുകയാണ്, എന്നെ നിങ്ങൾ DGP ആകുന്നവരെ ADGP അങ്ങ് പോകട്ടെ, പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിന്റെ മുകളിലേക്ക് വരും, ഞാൻ നിങ്ങൾക്ക് വിധേയനായിക്കൊണ്ട് കാലങ്ങളോളം നിങ്ങളെ കൂടെ ഉണ്ടായിക്കൊള്ളാം, നിങ്ങൾ എന്നെ സഹായിക്കണം, കേസിൽ പെടുത്തല്ലേ, എന്നെ രക്ഷപ്പെടുത്തണം എന്ന് ഒരു SP വിളിച്ചിട്ട് അയാളോട് പറയുക. അപ്പൊ എവിടെ എത്തിയത്? പിന്നെ ഇപ്പൊ പറയുന്നു, ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു സ്ത്രീ, ഒരു കംപ്ലൈന്റ് ആയി പോയ സ്ത്രീയെ ബലാത്സംഗം ചെയ്തു. അത് കംപ്ലൈന്റ് ചെയ്യാൻ പോയ DYSP അയാളും ബലാത്സംഗം ചെയ്തു. അത് കംപ്ലൈന്റ് ചെയ്യാൻ SP-യുടെ അടുത്ത് പോയപ്പോൾ SP-യും ചെയ്തു. ഒരു പോലീസുകാരൻ കാവലിൽ നിന്നുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയുന്നു. അത് ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ഇങ്ങനെ മത്സരാണ്. ഇതൊക്കെ തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ച് എങ്ങനെയെങ്കിലും ഇതിന്റെയൊക്കെ ഒരു ന്യൂസ് ആക്കാൻ വേണ്ടിയുള്ള വ്യഗ്രതയിലാണ്. അൻവർ ഇതൊക്കെ വിളിച്ചു പറയുന്നു. സ്വന്തം പ്രസ്ഥാനത്തിൽ മെമ്പർ അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിലൂടെ MLA ആയി മുന്നോട്ട് വന്ന ആള് ഇതെല്ലാം പച്ചക്കങ്ങ് വിളിച്ചു പറയുകയാണ്. അയാളെ വിളിപ്പിച്ചിട്ട് അയാളെ ഒന്ന് നിലക്ക് നിർത്തുവാൻ പിണറായിക്ക് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ വലിയ പ്രഗത്ഭമായ പാർട്ടിയാണ്, പ്രസ്ഥാനമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു നടക്കുന്ന ഗോവിന്ദനും ആൾക്കാർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ ഗോവിന്ദനാണോ ഇത് ചെയ്യിപ്പിക്കുന്നത് എന്നറിയില്ല, അല്ലേ? വീട്ടിലൊരു മരുമകനുണ്ട്, ഒരക്ഷരം മിണ്ടുന്നില്ല. അല്ലെങ്കിൽ എന്ത് കാര്യത്തിനും പറയുന്നതിന് മുമ്പേ ചാടി വീണ് ചൂണ്ടയിടുന്ന ആളാണ് വീട്ടിലിരിക്കുന്ന സ്വന്തം മരുമകൻ. ഈ മരുമകനും മിണ്ടുന്നില്ല. പിണറായിയുടെ കൂടെയുള്ള ഒരാളും തന്നെ ഒരക്ഷരം പറയുന്നില്ല. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അവനറിയാം പൊതുപരാമത്തിന്റെ അകത്തെ പല വിശേഷങ്ങളും ഇതുപോലെ അൻവർ വിളിച്ചു പറഞ്ഞാലോ എന്ന്. ചിലപ്പോ അൻവർ വിളിച്ചു പറയൂല, അയാളെ പേരൊരു വ്യത്യാസമാണല്ലോ, അതുകൊണ്ട് അയാൾ പേര് നോക്കിയാണോ ഇത് ചെയ്യുന്നതെന്ന് അറിയില്ല. മലബാർ കലാപവും ആപ്പള ലഹളയോ എന്താണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അകത്ത് നടക്കുന്നതെന്ന് അറിയില്ല. ഏതായാലും ആ പ്രസ്ഥാനം അങ്ങ് കുളം തോണ്ടി. ഏതായാലും ആ പ്രസ്ഥാനത്തിന്റെ അവസാന ആണി അടിക്കാൻ പോകുന്നു. ആ പ്രസ്ഥാനം ഇല്ലാതാകാൻ പോകുന്നു. ബംഗാളിലും അപ്പുറമാകും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. കേരളത്തിലെ പ്രബുദ്ധരായ കമ്മ്യൂണിസ്റ്റുകാരുണ്ടായിരുന്നു. ഞങ്ങളാണ് ഈ ലോകത്തിലെ ഭയങ്കര നന്മയുടെ മരങ്ങളാണെന്ന് പറഞ്ഞ് നടന്ന ഒരു വർഗമുണ്ടായിരുന്നു. ആ വർഗത്തിന്റെ യഥാർത്ഥ മുഖമാണ്. ആ വർഗത്തിൽ തന്നെയാണ് പകുതി എത്തി നിൽക്കുന്ന ഒരു നേതാവ് ഇന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് പൊളിച്ചടക്കിയിരിക്കുന്നത്. ഏതായാലും ആ നേതാവ് മലബാർ കലാപവും 1921 അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെതിരെ അതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു സമരമല്ല. ഇത് യാഥാർത്ഥ്യമാണെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ അയാൾക്ക് ബിഗ് സല്യൂട്ട്. ഏതായാലും ഈ പ്രസ്ഥാനം ബംഗാളിലും കഷ്ടമായിക്കൊണ്ട് ഇവിടുന്ന് ഇനി പൊറാട്ടയടിക്കാൻ സഖാക്കൾ അങ്ങോട്ട് പോകേണ്ടി വരുമോ എന്നുള്ള ഒരു ഗതികേടിലേക്ക് ആ പ്രസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ വളരെ സന്തോഷിക്കുന്നു. എൻ്റെ പ്രേക്ഷകരും സന്തോഷിക്കുന്നുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ എളിയ വീഡിയോ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുന്നു. നമസ്തേ.